ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്ന് രാവിലെ തന്നെ ചെറിയൊരു തണുപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. മാത്രമല്ല ഇന്ന് കുട്ടികൾക്ക് ക്ലാസ് ഇല്ല. അപ്പോൾ പതുക്കെയാണ് രാവിലെ എഴുന്നേറ്റത് വന്നതൊക്കെ. രാവിലെ തന്നെ അടുപ്പെല്ലാം കത്തിച്ചതിന് ശേഷം സ്റ്റൗവിൽ വെള്ളം ചൂടാവാനായി വെച്ചിട്ടുണ്ട്. രാവിലെ ഉണ്ണിയേട്ടന് കുറച്ച് ഉലുവ വെള്ളം വേണം. ഞാനാണെങ്കിൽ ചെറിയ ചൂടുള്ള വെള്ളമാണ് രാവിലെ കുടിക്കാറുള്ളത്. വളരെ നല്ലതാണല്ലോ. അപ്പോൾ ആദ്യം തന്നെ തേങ്ങാ ചട്നി ഉണ്ടാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ ഇഡ്ഡലി ആയാൽ പിന്നെ വേഗം പോകേണ്ടവർക്കൊക്കെ കഴിക്കാമല്ലോ. ഉണ്ണിയേട്ടനാണെങ്കിൽ 8-8:30 പോകണം. മാവെല്ലാം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ചിലപ്പോൾ മഞ്ഞ സമയത്ത് നമുക്ക് അങ്ങനെ പൊങ്ങി വരില്ല. അപ്പോൾ ഞാൻ അടുപ്പിൻ്റെ അടുത്ത് കൊണ്ടുവയ്ക്കുകയാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഞാൻ നല്ലെണ്ണ തൂത്തിട്ടാണ് ഇഡ്ഡലി മാവ് ഒഴിച്ച് കൊടുക്കാറുള്ളത്. അങ്ങനെ ഇഡ്ഡലിയെല്ലാം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങാ ചട്നി നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും സൊസൈറ്റിയിൽ നിന്ന് പാലെല്ലാം വാങ്ങി വന്നു. അതൊന്ന് തിളപ്പിച്ച് മാറ്റി വയ്ക്കണം. ഇനി അപ്പോഴേക്കും നമ്മുടെ ഇഡ്ഡലിയെല്ലാം തണുത്തു. അപ്പോൾ അതൊന്നെല്ലാം ഒന്ന് കാസറോളിലാക്കി ഇനി തേങ്ങാ ചട്നി ഒന്ന് കടുക് വറുത്തെടുത്തതിന് ശേഷം കടലക്കറി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇന്നലത്തെ കടലക്കറിയാണ്. അങ്ങനെ എല്ലാവരും കുളിയെല്ലാം കഴിഞ്ഞ ശേഷം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അതിന് ശേഷം വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ മീൻകറി വയ്ക്കാൻ തുടങ്ങിയാണ്. അപ്പോഴേക്കും ഗ്യാസ് തീർന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുതിയ സിലിണ്ടർ കണക്ട് ചെയ്യാൻ നോക്കിയപ്പോഴാണ് അതിൻ്റെ പ്ലാസ്റ്റിക് അടപ്പ് എന്ത് ചെയ്താലും തുറക്കാൻ കിട്ടുന്നില്ല. എല്ലാവരും ശ്രമിച്ചു നോക്കി. അപ്പോൾ പിന്നെ അതെല്ലാം മാറ്റി വെച്ച് ഇനി ആരെങ്കിലും വന്നിട്ട് തുറക്കാമെന്ന് വിചാരിച്ച് ഇനി എല്ലാം അടുപ്പിലാണ് പണികൾ. ഇന്ന് തേങ്ങ അരച്ച മീൻ കറിയാണ് വെച്ചിട്ടുള്ളത്. നമ്മുടെ സാമ്പാർ പുളി, സാധാരണ പുളിയിൽ വാളൻ പുളിയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. തേങ്ങയെല്ലാം ചേർത്തതിന് ശേഷം ഉള്ളിയെല്ലാം വറുത്തിട്ടു. അതിന് ശേഷം മോൾക്ക് ഓംലെറ്റ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ഉണ്ടാക്കുകയാണ്. ചിലപ്പോൾ ചില മീനൊന്നും കഴിക്കാറില്ല. അതിന് ശേഷം അതേ പാനിൽ തന്നെയാണ് നമ്മൾ മീൻ വറക്കുന്നത്. എന്ത് പറഞ്ഞാലും അടുപ്പിൽ വെച്ചതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇന്നിപ്പോൾ ഗ്യാസ് തീർന്നതുകൊണ്ടെല്ലാം ഇതിൽ വെച്ചാലും ടേസ്റ്റ് നല്ല മാറ്റമുണ്ട്. അതെല്ലാം റെഡിയായി വന്നപ്പോഴേക്കും 1:30 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാം ലഞ്ച് കഴിക്കാനായിട്ട് ഇരുന്നു. ലഞ്ചെല്ലാം കഴിഞ്ഞ് കുറച്ച് തുണി വിരിച്ചിടാനുണ്ടായിരുന്നു. കുറച്ച് തുണി മടക്കി വയ്ക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം ഫോണിലെല്ലാം നോക്കിയിരുന്നപ്പോഴേക്കും ചായ സമയമായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് അവിൽ നനയ്ക്കാമെന്ന് വിചാരിച്ചു. പഴം ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് തേങ്ങയെല്ലാം ചേർത്ത് പഴം മുറിച്ചിട്ടതിന് ശേഷം നമ്മൾ കട്ടൻ ചായ എല്ലാം വെച്ച് ചായ കുടിക്കാൻ ഇരുന്നു. അത് കഴിഞ്ഞാൽ ഇനി കുറേ അയൺ ചെയ്യാനുണ്ട്, സ്കൂളിലേക്കുള്ള യൂണിഫോമും മറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണേ.